इन्द्रियाणि मनोबुद्धिरिति प्रसेद प्रसेद श्रेयश्च प्रेयश्च प्रयश्च स्वाहा। ॐ शान्ति शान्ति शान्तिः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य शान्ति शान्ति शान्तिः। त्वयि विषया इति समितो जुहोमि अहमित्याज्यं जुहोमि तं न प्रसेद प्रसेद श्रेयश्च प्रेयश्च प्रयश्च स्वाहा। ॐ शान्ति शान्ति शान्तिः। സ്വരശ്രീ വിചാരം സ്വരന്മാരുടെ ഐശ്വര്യത്തെ സംബന്ധിച്ച് സൗഭാഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന പരമേശ്വരൻ അഥവാ വിനായകൻ എന്ന് പറഞ്ഞാൽ നമ്മളിലുണ്ടാകുന്നതായ ഉദാത്തമായ ഭാവപരതയുടെ ഒരു സന്ദർഭത്തിൽ നമ്മളിലുള്ളതായ എല്ലാ നിഷേധഭാവങ്ങളും മാറുന്നുവെന്നർത്ഥം. ആശ്ചര്യത ഉള്ളിൽ എല്ലാവരുടെയും ഉണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ആശ്ചര്യതയുണ്ട്. നിഷേധമായിട്ടുള്ളതായ ഭാവങ്ങളുണ്ട്. ഇവിടെ വിനായകനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയിൽ നിന്നും നമുക്ക് അനുഗ്രഹമുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ സഫലമായി തീരണമെന്നുള്ളതായ ഒരു അർത്ഥന നമുക്കുണ്ട്. ആത്യന്തികമായിട്ടും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ടാകേണ്ടത്? പരമമായ ശാന്തിയാണ് ഉണ്ടാകേണ്ടത്, പരമമായ സമാധാനമാണ് ഉണ്ടാകേണ്ടത്. അതിനു പകരം നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കുന്നത് ഓരോ ആവശ്യങ്ങളെയാണ്. ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു. ശബരിമലയിൽ അയ്യപ്പന്മാർ കൂടുവാനുള്ള കാരണം എന്താണ്? ഓരോ ക്ഷേത്രങ്ങളിലും ആളുകളുടെ എണ്ണം കൂടുന്നു. എന്താണ് കാരണം? വിശ്വാസമാണ് അതിൻ്റെ കാരണം. താൻ ആരെയാണോ ആരാധിക്കുന്നത് ആ ദേവത നമ്മളിലേക്ക് അനുഗ്രഹവർഷം ചൊരിയണം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. എന്താണ് ആ ചോദ്യം? നമ്മളൊരു സന്ദർഭത്തിൽ ചിന്തിക്കും, നമ്മുടെ ദേവത അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് സർവജ്ഞനാണ്. നമ്മെ ആവിർഭവിപ്പിക്കുവാൻ കഴിവുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ പരിപാലനം ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ, വേണ്ട സമയത്ത് തിരോഭാവം കൊടുത്ത് അനുഗ്രഹിക്കുവാൻ കഴിയുന്നവനാണെങ്കിൽ, അങ്ങനെയുള്ള ദൈവത്തോട് പിന്നീട് എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ അവൻ അറിയോ? അല്ലല്ലോ, സർവജ്ഞനല്ലേ. അപ്പോൾ സർവജ്ഞനായിരിക്കുന്നതായ ദേവതയിൽ നിന്നും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് എന്താണ്? വേണമെങ്കിൽ ശാന്തിയാണ്, സമാധാനമാണ്. എന്താണ് കാരണം? സാധാരണ പൊതുവെ മനുഷ്യവർഗം അശാന്തരാണ്. ഈ അശാന്തിയിൽ നിന്നും ശാന്തിധാമത്തിലേക്കുള്ളൊരു പ്രയാണം ഏതൊരു ജീവനും ആവശ്യമാണ്. എന്നാൽ അത് നമ്മുടെ ദൈവത്തിന് അറിഞ്ഞുകൂടെ? നമ്മുടെ ദൈവത്തിന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ദേവതയ്ക്ക് അറിയാം. ദേവതയ്ക്ക്
അറിഞ്ഞാൽ മാത്രം പോരാത്തൊരു സന്ദർഭം വരുന്നു. എന്തുകൊണ്ടെന്നാൽ തൻ്റേതായ ദൗത്യം എന്താണ്? ഏതൊരു ദേവതയാണോ നമുക്കുള്ളത്, ആ ദേവതയോടുള്ളൊരു പാരസ്പര്യം നമുക്ക് ആവശ്യമില്ലേ? ഒരു ഗുരുവിൻ്റെ സവിധത്തിലാണെങ്കിൽ പരമമായ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഒരുവൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ആദ്യം നമുക്കുണ്ടാവുന്നതായ ശാന്തി ഒരു സാധാരണ ശാന്തിയാണ്, ഓൺലി ഫോർ ടൈം ബീങ്. റിലേറ്റീവ് പീസ് എന്ന് പറയും. അതൊരു റിലേറ്റീവ് നോഷനാണ്, നൈമിഷികം മാത്രം. അതുമാത്രം പോരല്ലോ. ഗുരു എന്താണ് മൊഴിയുന്നത് അത് നമുക്ക് കേൾക്കുവാനുള്ളതായ ക്ഷമ ആവശ്യമാണ്. കേട്ടതിനെ സംബന്ധിച്ച് മനനം ചെയ്യുവാനും കേട്ട വാക്കിൻ്റെ പൊരുൾ എന്താണോ അത് തൻ്റെ ആത്മാംശമായി തീരുന്നതിനും വേണ്ട ശ്രദ്ധ ആവശ്യമാണ്. അതിനെ തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി സത്യശോധന ചെയ്ത് അതിനെ മനസ്സിലാക്കുവാനുള്ള മനനവും ധ്യാനവും ആവശ്യമാണ്. ഇത്രയും ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും അതിനേക്കാൾ ഉപരി ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട കാര്യമാണ്. വേണ്ടേ? ആവശ്യപ്പെടുന്നവന് കിട്ടും എന്നുള്ളൊരു ചൊല്ല് ഉണ്ടെങ്കിൽ തന്നെയും സർവജ്ഞനായിരിക്കുന്നതായ ഈശ്വരനോട് അല്ലെങ്കിൽ ദേവതയോട് നമ്മുടെ അർത്ഥന കൂടുതൽ അർത്ഥമുള്ളതായിരിക്കണം. സാധാരണമായിട്ടുള്ളതായ ഒരു ലൗകിക വസ്തുവിന് വേണ്ടിയിട്ടോ ഭൗതികമായിട്ടുള്ളതായ ഒരു നിറവേറലുകൾക്ക് വേണ്ടിയിട്ടോ ആയിരിക്കരുത്. അത് വെറും വിശ്വാസത്തിൻ്റെ ഒരു തലം മാത്രമാണ്. അതിനേക്കാൾ ഉപരി താൻ എന്തിനാണ് ഇത്തരം സന്ദർഭങ്ങളെ പുലുകുന്നത്? പരമമായിട്ടുള്ള എന്താണോ ഉള്ളത് അതിനെ അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. തൻ്റെ സ്വത്വം എന്താണ്, ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ആരിലാണോ അങ്കരിക്കുന്നത് അവനാണ് ഒരു ഗുരുസവിധത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ഒരു ഗുരു വരുന്നവനെ കാണുമ്പോൾ അറിയാം എന്തിനാണ് ഇവൻ വന്നിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ അവൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ വരുന്നവനൊരു ചോദ്യമാണ്, ഉത്തരമല്ല. അവിടെ ഒരു പ്രശ്നമിരിക്കുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം. ഗുരു എന്ന് പറയുന്നത് ഉത്തരമാണ്. മറ്റൊരു സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ ഗുരു എന്ന് പറയുന്നത് സിദ്ധാന്തമാണ്, ശിഷ്യൻ എന്ന് പറയുന്നത് ആ സിദ്ധാന്തത്തിൻ്റെ പൂർവപക്ഷമാണ്. അപ്പോൾ ഈ സിദ്ധാന്തപക്ഷവും പൂർവപക്ഷവും എവിടെയാണോ തമ്മിലിണങ്ങുന്നത് അവിടെയാണ് അറിവിൻ്റെ നാമ്പ് മുളയ്ക്കുന്നത്. അങ്ങനെ പരമമായ അറിവിനോട് സദാസമയവും തന്നെ ചേർത്ത് വയ്ക്കുന്ന ഒരു വിചാരം, ഒരു ശ്രദ്ധ ആവശ്യമാണ്. അങ്ങനെയുള്ളവൻ്റെ അന്തരംഗം കൂടുതൽ കൂടുതൽ പ്രശോഭിതമായി തീർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രശോഭിതമായി തീരുന്നവൻ്റെ അന്തരംഗത്തിലേക്ക് സ്വാഭാവികമായും അനുഗ്രഹവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നാം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അന്തരംഗത്തെ ശുചിത്വമുള്ളതാക്കി വെക്കണം. ശുചിത്വം, ശൗചം ആവശ്യമാണ്. പതഞ്ജലി മഹർഷി തൻ്റെ യോഗ സാധകനോട് ആദ്യം പറയുന്നത് ശൗചം വേണമെന്നാണ് പറയുക. ശൗച സന്തോഷ തപ സ്വാധ്യായ ഈശ്വര പ്രണിധാനി. നമ്മുടെ ഈ പരിസരം ശുദ്ധമായിരിക്കണം. നമ്മളിരിക്കുന്ന ഈ മുറി ശുദ്ധമായിരിക്കണം. ശുദ്ധമായ മുറിയിൽ വന്നിരിക്കുമ്പോൾ
കുളിച്ചിട്ട് വേണം വന്നിരിക്കുവാൻ. കുളിച്ചു കഴിഞ്ഞാൽ കഴുകിയ നല്ല വസ്ത്രം ധരിക്കണം. അങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് വളരെ വൃത്തിയോടുകൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്കിരിക്കുന്നതായ ഒന്നുണ്ട്, ഏറ്റവും ധനാത്മകമായിട്ടുള്ളതായ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ളതായൊരു വിചാരം ഉണ്ടാവും. ഒരു ഭക്തനാണെങ്കിൽ ഒരു വിളക്ക് കൊളുത്തും, അതിനുശേഷം ഇരുന്ന് പ്രാർത്ഥന നടത്താം, ജപം നടത്താം, പാരായണം നടത്താം, യോഗസാധന അനുഷ്ഠിക്കാം. അതിൻ്റെ ഫലമായി എവിടെയാണോ അവൻ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരും. അപ്പോൾ തുടക്കം എവിടെ നിന്നായിരുന്നു? ശൗചത്തിൽ നിന്നാണ്. ബാഹ്യമായി തുടങ്ങിയ ശൗചം ആന്തരികമായ ശൗചത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ ഫലമായി അവിടെ വേണ്ടത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് സാധന എന്ന് പറയുന്നത്. നിരന്തരമായ സാധനയും തപസ്സും ആവശ്യമാണ് എന്ന് പറയുവാൻ കാരണം തികച്ചും ഒരു റോ മെറ്റീരിയലാണ് നമ്മൾ. നമ്മുടെ ശരീരവും മനസ്സും ഈ അന്ധകരണങ്ങളുമൊക്കെ ഒരു വേസ്റ്റ് ബിൻ പോലെയാണ്. അവിടേക്ക് എങ്ങനെയാണ് സനാതനമായ മൂല്യം വന്ന് പ്രകാശിക്കുന്നത്? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത്, ഒരു സാധകൻ ആദ്യം ചെയ്യേണ്ടത് ശുചിത്വം ഉള്ളവനായിരിക്കണമെന്നാണ്. ഇതെല്ലാമായിട്ട് അവൻ കഴിക്കുന്ന ആഹാരം താമസികമാണെങ്കിലോ, താമസികമായ ആഹാരം കഴിച്ച് അതിനുശേഷം കുളിച്ച് നല്ല വസ്ത്രം അണിഞ്ഞൊരു പൊട്ടും കുത്തിയാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ എന്താണ് വേണ്ടത്? അന്തരംഗം പ്രശോഭിതമായി തീരണമെങ്കിൽ, ആഭയുള്ളതായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ നിഷ്ഠ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവനിലേക്ക് തീർച്ചയായിട്ടും ആ ഗ്രേസ്, ആ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. അങ്ങനെ ഉള്ളവനിലേക്ക് ഈശ്വരീയമായ ഐശ്വര്യം വന്ന് ഭവിക്കും. ശുരൈശ്വരീ വിചാരം. അപ്പോൾ നീ വെറും മനുഷ്യനല്ല. ഇതുവരെ നിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ളൊരു പ്രകൃതി ആസുരീയമായിരുന്നു, അല്ലേ? ആസുരീയതയിൽ നിന്നും വളർന്ന് സത്വഗുണപ്രധാനനായി അവിടെ നിന്നും വളരുമ്പോൾ എന്താ സംഭവിക്കുക? സത്വ രജോ തമോ ഗുണങ്ങളെ അതിവർത്തിക്കുന്ന ഒരു ഗുണാതീത ഭാവത്തിലേക്ക് തൻ്റെ ജീവിതത്തെ പ്രയാണം ചെയ്യുവാൻ അനുവദിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ളതെല്ലാം അവിടെ വേണ്ടവണ്ണം സംഭവിച്ചിരിക്കും. അവൻ അനുഗ്രഹമുള്ളവനായി തീരും. അത് വേറെ എവിടെ നിന്നെങ്കിലും വരേണ്ടതല്ല, തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ ആസുരീയമായ ഗുണങ്ങളും ഇരിക്കുന്നു, ദൈവികമായ ഗുണങ്ങളും ഇരിക്കുന്നു. ആസുരീയ സമ്പത്തി എന്നും ദൈവീ സമ്പത്തി എന്നും ഭഗവത്ഗീതയിൽ പറയും. അവിടെ പിന്നെ ഒന്നും പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നാരായണഗുരു മൊഴിമാറ്റം തന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ഉപനിഷത്തുണ്ട്. അത് ഈശാവാസ്യ ഉപനിഷത്താണ്. അസുര്യ നാമതേ ലോക അന്ധേന തമസാവൃതാ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. അസുര്യ നാമതേ ലോക അന്ധേന തമസാവൃതാ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. ആസുരം ലോകമൊന്നുണ്ട് കൂരുരുട്ടാലതാവൃതം മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ആസുരം ലോകമൊന്നുണ്ട്. അത് വേറെങ്ങും പോയി നോക്കേണ്ടതില്ല.
നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി. ആശ്ചര്യത നിറഞ്ഞിരിക്കുന്നു. വിഷമങ്ങളെക്കൊണ്ട്, സങ്കടങ്ങളെക്കൊണ്ട്, വേദനകളെക്കൊണ്ട്, അസൂയകളെക്കൊണ്ട്, അഹങ്കാരങ്ങളെക്കൊണ്ട്, രംഗം ഏത് തരത്തിലുള്ളതായിരിക്കും? മോഹമാർന്നവനായിരിക്കും. മോഹമാർന്ന ആത്മഹന്താക്കൾ. ഇങ്ങനെ മോഹമുള്ളവർ ആത്മഹന്താക്കളാണ്. നമ്മൾ നമ്മളെ തന്നെ ഹനിച്ചുകൊണ്ട് ജീവിക്കുന്നു. നമുക്ക് ഉള്ളിൽ സന്തോഷമില്ല എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ നമ്മെ ഹനിക്കുകയാണ്. നമ്മൾ സദാസമയവും ദുഃഖങ്ങളെ പേറിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ അർത്ഥം? നാം നമ്മെ ഹനിച്ചുകൊണ്ട് ജീവിക്കുന്നു. നാം സദാസമയവും അകാരണമായ കാരണങ്ങളും കാരണമായ കാരണങ്ങളെ കൊണ്ടും ദുഃഖിക്കുന്നു. പ്രസാദാത്മകമായ ജീവിതത്തെ അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നതിന് പകരം അതിന് കഴിയാതെ ആകുലതകളെക്കൊണ്ട്, വിഹുലതകളെക്കൊണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ മനുഷ്യപ്രകൃതിക്കുണ്ട്. അതിനെ തിരുത്തുകയാണ് ഗുരു ചെയ്യുന്നത്. അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി മോഹമാർന്ന് ഒന്നിനു പിറകെ പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാഴ്ചപ്പാട് സാധാരണ ലോകത്തുണ്ട്. അതിൽ നിന്നും ഉയർത്തി, ആ ആസുരീയമായ ഭാവത്തിൽ നിന്നും ഉയർത്തി സുരമായിരിക്കുന്നതായൊരു തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗുരു ഇവിടെ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സുരശ്രീ വിചാരം എന്ന് പറയുമ്പോൾ അന്വർത്ഥമാകുന്നത് നമ്മുടെ പങ്ക് നിർവഹിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ വിനായകൻ സുരന്മാരെ മാത്രമേ രക്ഷിക്കുമോ? ആദ്യം പറഞ്ഞാൽ കേൾക്കണം, വേണ്ടേ? ഗുരു വന്നിത് പറഞ്ഞു തന്നില്ലേ? നീ സുരനായി തീരൂ. സുരനായി തീരുവാനുള്ളതായ എല്ലാ മാർഗങ്ങളെയും ഗുരു ഉപദേശിച്ചു തന്നില്ലേ? അതെന്തേ നമ്മൾ കേട്ടില്ല? എന്തുകൊണ്ട് നമ്മളതിനെ ശ്രദ്ധിക്കാതെ പോകുന്നു? അപ്പോൾ നാം എന്ത് വേണം? നാം നമ്മെ റെക്ടിഫൈ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമുക്ക് സ്വയം റെക്ടിഫൈ ചെയ്യാൻ സാധ്യമല്ല. ഉത്തമനാണെങ്കിൽ സാധിക്കും. ഉത്തമാധികാരി എന്ന് പറയും. അവൻ സ്വയം അന്വേഷിച്ചു പോയി കണ്ടെത്തി സ്വയം രക്ഷപ്പെടുവാൻ കഴിവുള്ളവനാണ്. അതിന് താഴെ വർത്തിക്കുന്നവനാണ് മധ്യമാധികാരി. തൊട്ട് താഴെ മധ്യമാധികാരിക്ക് ഒരു ഗുരു ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഗുരുക്കന്മാർ വേണ്ടി വരുന്നത്. ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിരുന്ന് അവർ പറയുന്ന മൊഴികളെ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് എപ്പോഴാണ് കഴിയുന്നത്, അപ്പോഴാണ് നമ്മൾ ഗുരുവിനോട് നീതി പുലർത്തി എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ഗുരു അവിടെ മൗനമായിട്ടിരിക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് പറയും, എൻ്റെ ജീവിതത്തിൽ എന്തേ ഇങ്ങനെ സംഭവിക്കാൻ, ഞാൻ എന്ത് ചെയ്തു എന്ന് പരിതപിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ നാം വേണ്ടത് ചെയ്യുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഗുരുവിനോടുള്ള നീതി പുലർത്തുക എന്നതിനേക്കാൾ അപ്പുറം നാം നമ്മോട് തന്നെ നീതി പുലർത്തുന്നു എന്നാണ്. നിനക്ക് നിന്നോട് നീതി പുലർത്താൻ കഴിയാതെ ഈ ലോകത്ത് എന്തിനോടാണ് നീതി പുലർത്തുവാൻ കഴിയുക? ഭഗവാൻ ബുദ്ധനായത് എങ്ങനെയാണ്? സിദ്ധാർത്ഥൻ എങ്ങനെ ബുദ്ധനായി? സിദ്ധാർത്ഥൻ തന്നോട് നീതി പുലർത്തിയതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധനാവാം.
നിങ്ങൾക്കൊരു മഹാവീരനാവാം, നിങ്ങൾക്കൊരു ജൈനനാവാം, നിങ്ങൾക്കൊരു കൃഷ്ണനാവാം. അല്ലെങ്കിൽ ഇതെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. കൃഷ്ണൻ പറഞ്ഞാലും ശരി, മഹാവീരൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ഈ പറച്ചിലെല്ലാം വെറും വാക്കുകൾ മാത്രമാണ്. ഗോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ വേർഡ്, ഇറ്റ് ഈസ് നോട്ട് ഗോഡ്. വെൻ യു സേഡ് ബ്രഹ്മ, ഇറ്റ് ഈസ് എ സിമ്പിൾ വേർഡ് ബ്രഹ്മ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബ്രഹ്മ. എന്നാൽ ഈ വാക്കുകളൊക്കെ എന്തിനാണ്? ഈ വാക്കുകളൊക്കെ സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ട് പലകകളാണ് അല്ലേ? ഈ വാക്കുകളെ നാം സ്വീകരിച്ചില്ലെങ്കിലോ? അപ്പോൾ ഏത് സ്ക്രിപ്റ്റേഴ്സ് എടുത്താലും ശരി, അതിലെല്ലാം 100,000 വാക്കുകളുണ്ടാവും. ഒരു ഗുരുവിനെ ഒരിക്കലും പരമമായ സത്യത്തെ, പരമമായ അറിവിനെ ട്രാൻസ്ഫർ ചെയ്ത് തരുവാനൊന്നും പറ്റില്ല. പക്ഷേ ഗുരുവിന് ആ സത്യത്തെ സംബന്ധിച്ച് ചില സൂചനകൾ തരുവാൻ കഴിയും. ആ സൂചനകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ആകെ പ്രകൃതി മാറും. അവിടെയാണ് നാം ആസുരീയമായ തൻ്റെ ആ പ്രകൃതത്തിൽ നിന്ന് ഭാവാത്മകമായിട്ടുള്ള, ഉദാത്തമായിട്ടുള്ളതായ ഒരു വളർച്ച സംഭവിച്ച് തികച്ചും സാത്വികമായൊരു മൂല്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ആസുരീയതയുടെ ഒരു ലോകത്താണ് നമ്മൾ വന്ന് ഭവിച്ചിട്ടുള്ളത് എങ്കിൽ തന്നെയും അതിനെ തിരിച്ചറിഞ്ഞ് ആസുരീയതയിൽ നിന്നും ദൈവികമായ ഒരു സന്ദർഭത്തിലേക്ക്, ഈശാവാസിതമായിരിക്കുന്നതായൊരു സന്ദർഭത്തിലേക്ക് വരുവാനുള്ള ഒരു സാധ്യതയെ നമ്മൾ മുന്നിൽ കാണണം. നമ്മുടെ ദുഃഖത്തിന് കാരണം ഈ ആസുരീയതയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പരിഹാരമായി. കാരണം ദുഃഖത്തിന് കാരണം ഇതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ, അപ്പോൾ പരിഹാരമായല്ലോ. അതേമാതിരി എപ്പോഴും റെക്ടിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയുള്ളവന് എന്താണ് സംഭവിക്കുക? ജീവിതത്തിൽ വിജയമുണ്ടാവും. അവനാണ് വിജയിക്കുന്നത്. തപോന്മുഖമായി ജീവിക്കുക. അപ്പോൾ ചോദിക്കും, ഗൃഹസ്ഥന്മാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേണ്ടേ? ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനാണെങ്കിലും വാനപ്രസ്ഥിയാണെങ്കിലും സന്യാസിയാണെങ്കിലും എല്ലാവർക്കും അവർക്ക് അവരുടേതായ സാധനകളുണ്ട്. അവനെ റിഫൈൻ ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം. അവൻ്റെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കും. എന്ത് സംഭവിക്കും? അവൻ്റെ ജീവിതത്തിൽ ജയം സംഭവിക്കും. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക ജയിക്കുക മഹാദേവ. മഹാദേവനാണ്, മഹേശ്വരനാണ്, വലിയ വെളിച്ചമാണ് മഹാദേവൻ എന്ന് പറഞ്ഞാൽ. അത് ജയിക്കുന്നു, ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ അറ്റത്തു നിന്നും ആ അറ്റത്തിലേക്ക്, ഇഹകോടിയിൽ നിന്നും പരകോടിയിലേക്ക് നമുക്ക് നമ്മെ ഉദ്ഗാനം ചെയ്യാൻ കഴിയണം. ദീനന്മാരെ രക്ഷിക്കുന്നതിൽ ദീനാവനപരായണൻ പരായണനാണ്. ദീനൻ എന്ന് പറഞ്ഞാൽ ദീനം അനുഭവിക്കുന്നവൻ, ക്ലിഷ്ടത അനുഭവിക്കുന്നവൻ, ദുഃഖം അനുഭവിക്കുന്നവനാണ്. അവനപരായണൻ എന്ന് പറഞ്ഞാൽ അവനെ സദാസ്വമിയും രക്ഷിച്ചു കൊണ്ടിരിക്കുവാൻ താല്പര്യമുള്ളവൻ, ശ്രദ്ധയുള്ളവൻ. സുരശ്രീ വിചാരം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. സുരന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടി സദാ ജാഗരൂകനായിട്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദൈന്യത്തെ, നമ്മുടെ ദീനതയെ മാറ്റുന്നതിന് വേണ്ടി സദാസമയവും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നവനാണ് വിനായകൻ. പക്ഷെ നമുക്കൊരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? അതിനോട് പാരസ്പര്യപ്പെടുവാനുള്ളതായ അഭിവാഞ്ഛ ഉണ്ടായിരിക്കണം. അതല്ല ഞാൻ എൻ്റെ വഴിയെ പോവുകയാണെങ്കിൽ അത് വേറെ വഴിക്ക് പോകും, അറിയില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ദിവ്യമായ ഒരു സന്ദർഭമുണ്ട്. ആ ദിവ്യമായ സന്ദർഭത്തോട് പാരസ്പര്യപ്പെടുവാനുള്ള ഔത്സുക്യം കാണിക്കണം. അവനെയാണ് സത്യജിജ്ഞാസു എന്ന് പറയുന്നത്.
പിന്നെ എന്തു പറയുന്നു? ഹൃദാർത്താര്യഭാരം, ഹൃദമായ ആർത്താര്യഭാരത്തോടു കൂടിയവനെ. ഹൃദമായ ആർത്താര്യഭാരം. ആരാണ് ആർത്തന്മാർ? ആരാണ് ആർത്തന്മാർ? ദുഃഖിക്കുന്നവരല്ലേ, കരയുന്നവനാണ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്? പ്രാണവായുവിനെ ഉയർത്തി അതിനെ ഊർധ്വം ഗമിക്കുവാനുള്ളതായ അവസരം കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തി, ഞാൻ രാമായണം വായിച്ചു, ഞാൻ ഉപനിഷത്ത് ചൊല്ലി, പ്രഭാഷണങ്ങൾ കേട്ടു, ഭാഗവത സപ്താഹങ്ങളിൽ പങ്കെടുത്തു, എന്നിട്ട് എൻ്റെ ദുഃഖം മാറുന്നില്ലല്ലോ ഈശ്വര, ഇതെന്താ ഇത്? കാരണം വായു ഇവിടെ കിടന്ന് കളിക്കുകയാണ്. പ്രാണവായു അപാനവായുവായി സംയോജിച്ചുകൊണ്ട് മൃത്യുവിൻ്റെ ലോകത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വേണം? അതാണ് യോഗവിദ്യ. ഒന്ന് നിശ്ചലമായിട്ടിരിക്കുവാൻ, നിശ്ചഷ്ടനായിട്ടിരിക്കുവാൻ. ആ നിശ്ചലതയിലാണ്. കാരണം പരമമായ സത്യമെന്ന് പറയുന്നത് നിശ്ചലമാണ്, സ്റ്റാറ്റിക്കാണ്. അതിന് സർവ്വവ്യാപകത്വമുണ്ട്. അതുകൊണ്ടാണ് അതിന് ആത്മാവ് എന്ന് പറഞ്ഞത്. യാതിവ്യാപനെ, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നതിന് പിന്നെ ഇവിടുന്ന് അവിടെ പോകണോ അവിടെ ചെല്ലാൻ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരണോ ഇവിടെ വരാൻ? വേണ്ട. അതുകൊണ്ടാണത് സ്റ്റാറ്റിക്കാണ്. അപ്പോൾ അത് നിശ്ചലമായി തീരുന്നു. ഇപ്പം നിൻ്റെ സ്വരൂപം സ്റ്റാറ്റിക്കാണ്, നിശ്ചലത്വമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പരമമായ ശാന്തി ഉള്ളത്. എവിടെയാണോ സുഖദുഃഖങ്ങൾ വന്ന് ആക്രമിക്കുന്നത്, ഈ നിശ്ചലത നഷ്ടപ്പെടുന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. നിന്നിൽ അസ്പന്ദമായി തീരണ്ടേ? അത് യോഗസാധനയിലൂടെ നിൻ്റെ പ്രാണനെ ഉദ്ഗമിപ്പിക്കുമ്പോൾ പ്രാണൻ്റെ ചലനം കുറയുകയും കുറഞ്ഞ് കുറഞ്ഞ് അത് അസ്പന്ദമായി തീർന്ന് നീ നിശ്ചലത കൈവരിക്കുന്നു. പരമമായതിനെപ്പറ്റി പറയുമ്പോൾ എന്തു പറയുന്നു? അത് അചലമാണ്, അത് അവ്യയമാണ്, അത് അനന്തമാണ്, അത് അനവദ്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ നിശ്ചലതയിലേക്ക് വരുവാൻ നമുക്ക് കഴിയണം. അതിനാണ് ധ്യാനം ശീലിക്കണം. നമ്മുടെ ഈ ശരീരത്തെ ഒന്ന് അടക്കി വെച്ചുകൊണ്ട് ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാണനടങ്ങും. അങ്ങനെ പ്രാണനടങ്ങി നാസികയിൽ ശ്വാസോച്ഛ്വാസം നിലച്ചു പോകും. അത് മരണമല്ല, അത് ധ്യാനത്തിൻ്റെ ഉയർന്ന പദവിയാണ്. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ പോകും. ഈ ദുഃഖങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ഈ അഷ്ടവികാരങ്ങളാണതേ. അഷ്ടവികാരങ്ങൾ മാറുമ്പോൾ തസ്ഥാനത്ത് എന്ത് സംഭവിക്കും? അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ടാവും. ഗുരുക്കന്മാർക്ക് അഷ്ടൈശ്വര്യ സിദ്ധിയുള്ളവരാണെന്ന് പറയാറില്ലേ? എന്താ കാരണം? അതേതാ കാരണം? അഷ്ടരാഗങ്ങളാണ്. അഷ്ടരാഗങ്ങളിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തെങ്കിലും തീരുമോ? ഇത് മാറാതെ മാറില്ല. അതുകൊണ്ട് യോഗസാധന അനുഷ്ഠിച്ചുകൊണ്ടും കൂടി വേണം വേദാന്ത ദർശനത്തെ സാധന ചെയ്യുവാൻ. കടയദാനപൂരം. എന്താണ് കടയദാനപൂരം? ഗജമുഖനാണല്ലോ ഗജമുഖൻ. ഗജമുഖനിൽ നിന്നും എങ്ങനെയാണോ ഗളദ്ധാനമാലം എന്ന് പറഞ്ഞപ്പോൾ മതജലമൊഴുകിയത്, ഗജമുഖൻ്റെ മസ്തകത്തിൽ നിന്നും മതജലമൊഴുകിയ വാക്കുകളുടെ തത്വരഹസ്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇവിടെ വീണ്ടും പറയുന്നു, ആനയുടെ കവിൾത്തടം പോലെയാണല്ലോ നിൻ്റെ കവിൾത്തടം.
അതെങ്ങനെയുള്ളതാണ്? മതജലപ്രവാഹത്തോട് കൂടിയതാണ്. ഇത് കവിൾത്തടത്തിലൂടെയാണ് ഒഴുകുന്നത്, ഉൾക്കവിളാണ്. മറ്റത് മസ്തകത്തിൽ നിന്നും ബഹിർമുഖമായിട്ട് ഒഴുകി. ഇത് അതേ മതജലപ്രവാഹം ഉള്ളിലൂടെ ഒഴുകുന്നു. അത് അമൃതരസമാണ്. അങ്ങനെ സദാസമയവും അമൃതപാനം ചെയ്യുന്നവനെ എന്നാണ്. ഒന്ന് വെളിയിലേക്ക് ഒഴുകുന്നു, ഒന്ന് അകമേ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അകവും പുറവും തിങ്ങുന്ന മഹിമാവ്. അപ്പം നമ്മളീ കാണുന്നതായ ദൃശ്യപ്രപഞ്ചം അത് വെളിയിലേക്ക് ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതായ സർഗരചനയാണ്. അത് അകമേ ഒഴുകുമ്പോഴോ അത് സബ്ജക്റ്റീവ് വേൾഡാണ്. ഈ ദൃശ്യപ്രപഞ്ചം അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അത് ആത്മനിഷ്ഠമാണ്. ആത്മനിഷ്ഠമായിരിക്കുന്നതായ അതേ പ്രപഞ്ചം ബാഹ്യത്തിലും ഇരിക്കുന്നു. അത് വസ്തുനിഷ്ഠമാണ്. ഇങ്ങനെ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും എവിടെയാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്? വിനായകനിലാണ്. അങ്ങനെയുള്ളതായ വിനായകനിൽ നിന്നും തൻ്റെ സർഗവൈഭവം എന്ന കണക്കെ അത് ബഹിർമുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അകമുഖമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അകവും പുറവും ഇല്ല എന്നർത്ഥം. ഇങ്ങനെ അകവും പുറവും ഇല്ലാതെ തൻ്റെ ഈ ജീവരസത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കടേദാനപൂരം ജഡാഭോഗ്യപൂരം. തൻ്റെ ജടയിൽ ഭോഗ്യമാലകളോടുകൂടിയവൻ, പാമ്പുകളെ തന്നെ മാലകളാക്കി സ്വീകരിച്ചിട്ടുള്ളവൻ. അതിനെ സംബന്ധിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വിശദമായി ചിന്തിക്കുകയുണ്ടായി. തൻ്റെ ജടയിൽ ലീലകളാടിക്കൊണ്ടിരിക്കുന്നതായ സർപ്പങ്ങൾ. നമ്മൾ പറഞ്ഞിരുന്നു, ഈ ജഡ എന്ന് പറയുന്നത് വിരാഗതയുടെ ലക്ഷണമാണ്. ശിവൻ വിരാഗിയാണല്ലോ. വിരാഗതയുടെ സമ്പൂർണമായ ഭാവമാണ് ശിവൻ. ആ ശിവനിൽ തന്നെ എല്ലാവിധത്തിലുള്ളതായ ലീലാവിലാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ചലത്തുക്കളാണ് ഈ സർപ്പങ്ങൾ, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ പ്രകൃതിയാണ്. പ്രകൃതി സദാസമയം ക്രിയാത്മകമാണ്. ക്രിയാത്മകമായിരിക്കൊണ്ടിരിക്കുന്നതായ അത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകർഷേണ കരോതീതി പ്രകൃതി. ഇതിനെല്ലാം താൻ തന്നെയാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. ശിവൻ തന്നെയാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. സദാസമയവും ക്രിയാത്മകമായി കൊണ്ടിരിക്കുന്നതായ ഈ പ്രകൃതിയെ തൻ്റെ ജടയിൽ എങ്ങനെയാണോ ഗംഗയെ താങ്ങി നിർത്തിയിരിക്കുന്നത് അതുപോലെ നിർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സകല ലീലാവിലാസങ്ങളും തൻ്റെ തിരുനടനത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ശിവനെന്ന് പറയുമ്പോൾ അത് പരമമല്ലേ, പരമേശ്വരനല്ലേ. പരമേശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഈശത്വം നൽകുന്നവനല്ലേ, സകലതിനും ഈശനായിട്ടിരിക്കുന്നവനല്ലേ. അപ്പം എല്ലാം പ്രഭവിക്കുന്നത് അവനിൽ നിന്ന് തന്നെയാണ്, എല്ലാം സ്ഥിതി ചെയ്യുന്നത് അവനിൽ തന്നെയാണ്, എല്ലാം തിരോഭാവം സംഭവിക്കുന്നതും അവനിൽ തന്നെയാണ് എന്നറിയുന്നതായ പരമമായൊരറിവ്. നിലമൊടുനീരതുപോലെ കാറ്റുതീയും വിളിയുമഹം ഹൃതിവിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു. നിലമൊടുനീരതുപോലെ കാറ്റുതീയും വിളിയുമഹം ഹൃതിവിദ്യയും മനസ്സും അലകളും ആഴിയുമെന്ന് വേണ്ട എല്ലാ ഉലകം ഉയർന്നറിവായി മാറിടുന്നു. നിലമൊടുനീരതുപോലെ കാറ്റു തീയും. നിലം, നീര്, കാറ്റ്, തീയ്, വായു പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. നിലമൊടുനീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി. ഈ വെളിയിൽ കാണുന്ന ഈ ആകാശവും അഹങ്കൃതി ഞാനെന്ന ബോധവും വിദ്യയും മനസ്സും, വിദ്യയും സകല വിദ്യകളും മനസ്സും എന്നു വേണ്ട എല്ലാ ഉലകും
ഉയർന്നറിവായി മാറിയിടുന്നു. അറിവിൻ്റെ ഭാസിത രൂപങ്ങളാണിതെല്ലാം. ഈ അറിവിൻ്റെ ഭാസിത രൂപങ്ങളെ കാണുന്ന ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ച് ചെല്ലുകയാണെങ്കിൽ അത് ചെന്നെത്തുന്നത് പരമമായിരിക്കുന്ന പരമേശ്വരനിലാണ്, പരമമായിരിക്കുന്ന അറിവിലാണ്. അതൊരു അസെൻഡിങ് ഡയലറ്റിക്സാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. പരമമായ അറിവ് തന്നെയാണ് എല്ലാ വിശേഷഭാവങ്ങളും കൈവരിച്ചിരിക്കുന്നത്. അത് ഡിസെൻഡിങ് ഡയലറ്റിക്സാണ്. ഓരോന്നിനും എടുത്ത് പരിശോധിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സാമാന്യമായിരിക്കുന്നതായ പരമമായ അറിവിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. ഇതെല്ലാം കേന്ദ്രീകൃതമായിരിക്കുന്ന എവിടെയാണ്? പരമേശ്വരനിലാണ്. അത് ശിവൻ തന്നെയാണ്. കലാബിന്ദുതാരം, കലാബിന്ദു എന്നീ പദങ്ങളെ സൂക്ഷ്മമായി വിചിന്തനം ചെയ്യേണ്ടതാണ്. കലാബിന്ദു, കല എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. കാലത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മഭാവത്തെയും കല എന്ന് പറയുന്നു. കാലത്തിൽ സകലതും കലനം ചെയ്യുന്നതാണിത്. ഇതെല്ലാം ഗണപതിയെ കാണുമ്പോൾ ഗാണപത്യം എന്ന് പറയുമ്പോൾ തന്ത്രമായി. തന്ത്രശാസ്ത്രങ്ങളിൽ വരുന്നതായ ചില വാക്കുകൾ കൂടിയാണിത്. എന്താണ് ബിന്ദു? ഓം എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രസ്ഥാനം. ശ്രീചക്രത്തിലെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്ന ഏതാണ്? ബിന്ദുവാണ്. ശിവശക്തി യോഗത്താലാണ് പ്രപഞ്ചസർജനം നടക്കുന്നത്. ഇതിൻ്റെ സംയോഗത്താൽ ഉണ്ടാകുന്നതായ ഒരാനന്ദത്തിൻ്റെ നിർവൃതിയുണ്ട്. ആ നിർവൃതി വന്ന് ഭവിക്കുന്നത് എവിടെയാണ്? നാദത്തിലാണ്. ശിവശക്തി സംയോഗം സംഭവിക്കുന്നത് പ്രാണാപാന സമീകരണത്തിലൂടെയാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നതായ ഒരു നാദമുണ്ട്. ആ നാദമാണ് പ്രണവനാദം. ആ പ്രണവനാദത്തെയാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. ആ നാദത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് നാദയോഗിയായി തീരുന്നു. ആ സ്വരത്തിൽ നമ്മൾ വിലയം പ്രാപിക്കണം. നമ്മൾ സാധന ചെയ്യുന്നില്ലേ? നമ്മൾ 108 പ്രാവശ്യം ഓംകാരം ജപിക്കുന്നു, അല്ലെങ്കിൽ 1008 പ്രാവശ്യം ഓംകാരം ജപിക്കുന്നു. ഇങ്ങനെ ജപിക്കുന്നത് നല്ലതാണ്. ഇത് കേൾക്കുന്ന എവിടെയാണ്? സാധാരണ ചെവിയിലാണ്. എന്നാൽ ഈ നാദത്തിന് മൂലമായിരിക്കുന്നതായ ഒരു നാദമുണ്ട്. അത് ഏത് ചെവി കൊണ്ട് കേൾക്കുന്നത്? അത് ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നതല്ല. അതതിൻ്റെ പിന്നിലൊരു ചെവിയുണ്ട്. ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറയുന്നതായ ഒരു ശ്രോത്രമുണ്ട്. ആ ശ്രോത്രം കൊണ്ട് കേൾക്കേണ്ടതാണ്. അതിനെയാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. ആ സ്വരത്തിൽ നമ്മൾ വിലീനമാകണം. സാധന ചെയ്ത് ഉയർന്ന ഒരു ഭൂമികയിലെത്തുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു നാദമുണ്ട്. ആ നാദത്തിൽ നിരന്തരമായി അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ലയമുണ്ടാവും, മൗനമുണ്ടാവും. മൗനം എപ്പോഴുണ്ടാവുക? നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒച്ച വയ്ക്കാതിരിക്കുമ്പോൾ, അത് നിശബ്ദതയാണ്. മൗനം എന്ന് പറയുമ്പോൾ മനസ്സ് അടങ്ങുന്ന ഇടത്താണ്. മനസ്സ് സദാസമയവും ചലനോന്മുഖമാണ്. നമ്മുടെ മനസ്സെപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മനസ്സെപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അല്ലേ? ഒരു മർമ്മരം പോലെ നാം സ്വയം നമ്മളോട് തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് വീടുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. 24 മണിക്കൂറുകളും നമ്മൾ കഴിച്ചു കൂട്ടുന്നത് നമ്മൾ നമ്മളോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ്. അവിടെ വേറൊരാൾ വേണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചോദിക്കാറില്ലേ, നീ ആരോടെയാണ് സംസാരിക്കുന്നത്? ഇല്ല, ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞതാണ്. അത് ഈ മർമ്മരം കുറച്ച് ശബ്ദത്തിൽ വരുമ്പോഴാണ്. ചുണ്ട് അടച്ചു വെച്ചിട്ടും ഇതുപോലെ മർമ്മരം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൗനം പോയി. എന്താ കാരണം? അവിടെ മനസ്സ് വർദ്ധിക്കുന്നതുകൊണ്ടാണ്. മനസ്സ് അവിടെ അസ്തമിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഇടാനാടി
പിങ്കളനാടിയോട് ചേർന്ന് പ്രാണനിൽ ലയിക്കണം. മനസ്സ് ഏത് നാടിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അവാനനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാണൻ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സൂര്യകലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യകലയും ചന്ദ്രകലയും ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ശിവശക്തി യോഗം ഉണ്ടാവും. ശിവശക്തി യോഗം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? നാദം ഉണ്ടാവും. ആ നാദം മനസ്സ് അസ്തമിക്കുമ്പോഴാണ്. മനസ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാദം എന്ത് വിചാരിക്കും? എന്നാൽ നീ ശബ്ദം ഉണ്ടാക്ക്, എൻ്റെ നാദം നിനക്ക് കേൾക്കണ്ടല്ലോ. അപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ നാദമുണ്ട്. അത് ശ്രുതിയാണ്, അത് എറ്റേണലാണ്. അതിനെ കേൾക്കാൻ നിനക്ക് കഴിയുമോ? കേൾക്കാൻ കഴിയും. കേൾക്കാനേ പറ്റൂ, പറയാനൊക്കുകയില്ല. നമ്മൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നതായ ഓംകാര ശബ്ദം അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓംകാരത്തിൻ്റെ പൊരുളായിരിക്കുന്നതായ നാദം അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് ഉള്ളതാണ്. ഉള്ളതായ ആ നാദത്തിന് ആദ്യവുമില്ല അന്തവുമില്ല. ആദ്യവും അന്തവുമില്ലാത്തതായ നാദത്തെ ഉച്ചരിക്കാൻ കഴിയുമോ? ഉച്ചരിക്കാൻ കഴിയില്ല. പിന്നെ എന്തു ചെയ്യാൻ കഴിയും? ശ്രവിക്കാൻ കഴിയും. അതിന് അകത്തെ ചെവി തുറക്കണം. അകത്തെ ചെവി തുറക്കുന്നതിനാണ് സാധന ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബിന്ദു എന്താണെന്നറിയും. ഇങ്ങനെ മൗനം ശീലിക്കുമ്പോൾ അവനിൽ സംഭവിക്കുന്നതാണ് ഖേജരി മുദ്ര. ഖേജരി. അപ്പോൾ സാംഭവ്യ മുദ്ര സംഭവിക്കും, അശ്വിനി മുദ്ര സംഭവിക്കും, അഭയമുദ്ര സംഭവിക്കും, ചിന്മുദ്ര സംഭവിക്കും. ഇങ്ങനെ എല്ലാ മുദ്രകളും കൂടി യോജിച്ച് ചേരുന്നതാണ് ഈ പറയുന്ന ഖേജരി മുദ്ര. അങ്ങനെ ഖേജരി മുദ്ര ശീലിച്ചുകൊണ്ട് നാദം ശ്രവിച്ചുകൊണ്ട് ഊർധ്വം ഗമിക്കുവാൻ കഴിയണം. അവിടെ അവൻ മൗനിയായി തീരും. പ്രണവം എന്ന് പറയുന്നത്, ഈ നാദം കേൾക്കുക എന്ന് പറഞ്ഞാൽ പ്രണവ ദർശനമാണ്. പ്രണവത്തെ പ്രത്യക്ഷമാക്കുന്നത് അങ്ങനെയാണ്, പ്രകടമാക്കുകയാണ്. അത് തൻ്റെ അന്തരംഗത്തിലാണ് പ്രശോഭിതമായി തീരുന്നത്. അങ്ങനെ പ്രണവത്തെ ദർശിക്കുന്നതാണ് ബിന്ദു ദർശനം എന്ന് പറയുന്നത്. കലാബിന്ദുതാരം. അങ്ങനെ ബിന്ദു ദർശനം ഉണ്ടാകണം. ബിന്ദു ദർശനം ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കിന്നിവിടെ സമ്പൂർണ്ണമാക്കാം. ശുരശ്രീ വിചാരം ഹൃദാർത്ഥാര്യഭാരം കലാബിന്ദുതാരം. ഇതിൻ്റെ എല്ലാം മൂലത്തിലേക്ക് പോയാൽ വളരെ സൂക്ഷ്മമാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത മാതിരി വളരെ അപ്രമേയത ഉള്ളതാണ്. ഇതിനകത്ത് ചെയ്യാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് അഭ്യസിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെളിപ്പെട്ട് കിട്ടും. ഇത് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഈ പറഞ്ഞതൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ സാധനമാർഗം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വാക്കും അർത്ഥവും ഒന്നായി തീരുന്നത്. ഇത് അനുഭൂതിയുടെ തലമാണ്. നാരായണഗുരു ഈ കൊടിതൂക്കുമലയിലും മരുത്വാമലയിലൊക്കെ പോയിരുന്ന് തൻ്റെ യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ എഴുതിയ ഇത്തരം സ്തോത്രകൃതികൾ, ഈ സ്തോത്രകൃതികളെ വെച്ചുകൊണ്ട് ചില ആളുകൾ പ്രസംഗവേദിയിൽ പറയാറുണ്ട്, ഇതൊക്കെ സാധാരണ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതി കൊടുത്തതാണ്. വെറും പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതിയതാണത്. ഇതൊക്കെ മിസ്റ്റിക്കൽ സ്പെല്ലാണ്. അഗ്നിയിൽ നിന്നും നമ്മൾ ഹോമം ചെയ്യുമ്പോൾ അഗ്നിയിൽ നിന്നും സ്ഫുല്ലിംഗങ്ങൾ ഉണ്ടായില്ലേ, ഇതുപോലെ നാരായണഗുരുവിൻ്റെ തപസ്സാവുന്ന ഹോമാഗ്നിയിൽ നിന്നും അടർന്നു വീണ സ്ഫുല്ലിംഗങ്ങളാണ് ഈ വാക്കുകൾ. അല്ലാതെ ഇതൊന്നും ചെറുതല്ല, ഇതെല്ലാം തപോമുഖമാക്കേണ്ടതാണ്. ഓം.